വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് കാർത്തികയും അതുപോലെ അവളുടെ അമ്മ ലക്ഷ്മിയും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യാണ്. അമ്മ ഇത്രയും കാലമൊക്കെ അമ്മ അകന്നൊക്കെ നിന്നു. ഇനി എന്തായാലും അമ്മ ഈ നാട്ടിലുണ്ട് എന്നുള്ള കാര്യമൊക്കെ പ്രകാശന്റെ അമ്മയും ഒക്കെ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചില കളികളൊക്കെ കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക അമ്മയോട് അവളുടെ മനസ്സിലുള്ള പ്ലാനുകളൊക്കെ തുറന്നു പറയാണ്. പ്ലാനൊക്കെ കേട്ട ശേഷം നമ്മുടെ ലക്ഷ്മിയമ്മ ഇങ്ങനെ വിചാരിച്ചു, ഒരുപാട് കാലം തൻ്റെ ജീവിതം നശിപ്പിച്ചത് തന്നെ ഈ പ്രകാശൻ എന്ന് പറയുന്ന സാധനമാണ്. അതും പോരാഞ്ഞിട്ട് അയാൾക്കുണ്ടായ മറ്റു പെൺമക്കളോടും വിവേചനമൊക്കെ ആണല്ലോ കാണിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രകാശനെ ചുമ്മാ അങ്ങ് വിട്ടാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മോളുടെ ഒപ്പം തന്നെ നിൽക്കാം, നമുക്ക് ആ ഒരു കളി കളിക്കാമെന്നും പറഞ്ഞ് അമ്മയും മോളും കൂടി ആ ഒരു തീരുമാനത്തിലെത്തുക. അമ്മ എന്തായാലും ഞാനങ്ങോട്ട് ചെല്ലട്ടോ കേട്ടോ, അയാൾ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും, മോളുടെ അമ്മയുടെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പം എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇനി അമ്മ ഈ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കണം. അയാൾ മാത്രമല്ല അയാളുടെ അമ്മയും മനസ്സിലാക്കണമെന്നും പറഞ്ഞ് കാർത്തിക വളരെ സന്തോഷത്തിൽ അമ്മയുടെ യാത്ര പറഞ്ഞു പോവാണ്. പിന്നീട് നമ്മുടെ പ്രകാശനാണെങ്കിൽ, മോളെ കഴിഞ്ഞോ മോളുടെ മീറ്റിംഗ് ഒക്കെ? കഴിഞ്ഞു. ഇനി നമുക്ക് പോയാലോ എന്ന് ചോദിക്കുക. പോവാലോ. അല്ല ഇനി എങ്ങോട്ടാ പോവേണ്ടത്? നമുക്ക് ആ ഒരു കമ്പനി സൈറ്റിലേക്ക് പോയാലോ എന്ന് ചോദിച്ചു. പോവാലോ മോളെ എന്നും പറഞ്ഞ് നമ്മുടെ കാർത്തികയും കൂട്ടിയിട്ട് പ്രകാശൻ അവിടെ നിന്ന് പോവാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ബഗാസുരൻ അവിടെ ഇരുന്നിട്ട് ഏത് സമയവും നമ്മുടെ കിരൺ കല്യാണി ഇവരുടെ ആ ഒരു ബന്ധം തകർക്കാനുള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ ബഗാസുരൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആള് ഇരുന്ന് ആലോചിക്കുന്ന കൂടെ ശാരിയാണെങ്കിൽ അടുത്തേക്ക് ചെന്നു. എന്താണ് ഇത്ര വലിയ ആലോചന? എനിക്ക് ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിപ്പോൾ ഇനി ശാരി നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പുള്ളിക്കാരൻ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ശാരിയാണെങ്കിൽ, നിങ്ങളുടെ ആലോചനയും നിങ്ങളുടെ ചിന്തയും ഒക്കെ ഏതെല്ലാം വഴി വരുമെന്നൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എന്തായാലും നിങ്ങളെപ്പോലെയുള്ള ഒരുത്തൻ എൻ്റെ തലയിലായതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും. എന്നിട്ടോ ഫുൾ ടൈം എൻ്റെ മരുമോനെ കുറ്റവും പറഞ്ഞ് ഇവിടെ കുത്തിയിരിക്കുകയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, നിങ്ങൾ നല്ല മനുഷ്യനാണോ എന്ന് ശാരി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ നല്ല മനുഷ്യനൊന്നും അല്ല, എന്നാലും നിന്റെ മരുമകൻ അത്ര നല്ലവനൊന്നും അല്ല, നീ അവനെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണല്ലോ. മനുഷ്യ, നിങ്ങളുടെ ഭ്രാന്ത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ മതി. എന്തായാലും എൻ്റെ മരുമോനെ കുറ്റം പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇനി എൻ്റെ കേക്കയോ എൻ്റെ മോളുടെ കേക്കയോ മനുവിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, ഈ ശാരി ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ശരിക്കും പറഞ്ഞാൽ മോശം സ്വഭാവത്തിൽപ്പെട്ട മനുഷ്യൻ നിങ്ങൾ തന്നെയാണെന്നും പറഞ്ഞ് ഇവർ തങ്ങളി ഇരുന്ന് കോർക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ സരയു വരികയാണ്. ഇതെന്താണമ്മേ ഇത്? ഒരു നല്ല ദിവസം വന്നാലും എപ്പോഴും ഇത് തന്നെയാണല്ലോ, നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരയു അമ്മയോടും അച്ഛനോടും സമാധാനപരമായിട്ട് സംസാരിക്കുമ്പോൾ, മോളെ നിന്റെ അച്ഛന് വട്ടുമൂത്തിരിക്കുകയാണ്, എന്തായാലും ഇയാളെ ഒന്നുകൂടി ആശുപത്രി കൊണ്ടുപോയി ഷോക്ക് കൊടുക്കേണ്ടി വരും. മോളെ നിന്റെ കെട്ടിയവനെ കുറിച്ചിട്ടാ ഇപ്പം ഇത്രയും നേരം ഇയാൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ശാരി പറഞ്ഞതും നമ്മുടെ സരയുവിൻ്റെ സ്വഭാവമൊക്കെ മാറി. സരയു ദേഷ്യത്തോടു കൂടി നമ്മുടെ ബഗാസുരൻ്റെ അടുത്തേക്ക് ചെല്ലുക. സരയുടെ ഈ ഒരു വരവ് കാണുന്ന സമയത്ത് ബഗാസുരനാണെങ്കിലോ, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാലാണല്ലോ ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. അച്ഛനോട് ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനുവേട്ടനെ കുറിച്ച് അച്ഛൻ ഇങ്ങനെ കുറ്റം പറയരുതെന്ന്. ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ മനുവേട്ടൻ. അച്ഛൻ വലിയ വീമ്പൊക്കെ പറയുന്നുണ്ടല്ലോ കിരണിനെയും കല്യാണിയും തമ്മിലൊക്കെ തെറ്റിക്കുമെന്ന്. എന്നിട്ട് വല്ലതും നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതും പോരാഞ്ഞിട്ട് അച്ഛൻ ഇപ്പം ചില രീതിയിലൊക്കെ സംസാരിച്ച് വരുമ്പോൾ ഞാനും എൻ്റെ മനുവേട്ടനും തമ്മിൽ പിരിയാനായിട്ടുള്ള കാര്യങ്ങളിലേക്കാണല്ലോ എത്തിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതുപോലെയൊക്കെ സംസാരിച്ചാൽ ഈ സരയു ഈ രീതിയിലൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നതെന്ന് സരയു ഇങ്ങനെ രാഹുലിൻ്റെ മുഖത്തടിച്ച പോലെ സംസാരിക്കുക. അപ്പം രാഹുലാണെങ്കിൽ ഈ തള്ളയോടും മോളോടും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കേട്ടോ. കല്യാണിയാണെങ്കിൽ അവിടെ അവളുടെ ആ ഒരു കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം പുള്ളിക്കാരി അവിടെ നിന്ന് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ഇത് മുഴുവനും ലൈവായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് കിരണും കൂട്ടരും ഒക്കെ കാണുകയാണ്. എല്ലാവരും ഒരുപാട് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കല്യാണിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കാണിക്കുന്നത് TV ഒക്കെ കണ്ടിരിക്കുന്ന ബഗാസുരനെയാണ്. ബഗാസുരൻ്റെ പറ്റേതാ നമ്മുടെ ശാരി ഇരിക്കുന്നുണ്ട്.
എന്ത് വന്നാലും അവസാനം ഇവളുടെ ഈ ഒരു കോമ്പറ്റീഷൻ തന്നെയാണല്ലോ ഈശ്വര TV വന്നിരിക്കുന്നത്. ഈ കല്യാണി കത്തി കയറുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരയും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പം ശാരിയാണെങ്കിലോ, മോളെ അവളെ അങ്ങനെ അങ്ങ് നീ തള്ളിക്കളയൊന്നും വേണ്ട. അവൾ അത്യാവശ്യം കഴിവുള്ള കൂട്ടത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് എത്തിച്ചേരാനൊന്നും പറ്റില്ലല്ലോ. കഴിവ് എന്ത് കഴിവിരുന്നിട്ടാണ്? സേനന്റെ കാശിന്റെ ആ ഒരു തള്ളല് മാത്രമാണെന്നും പറഞ്ഞ് ബഗാസുരൻ ഇങ്ങനെയൊക്കെ നമ്മുടെ കല്യാണിയെ താഴ്ത്തി കെട്ടി സംസാരിക്കുക. ശാരിയാണെങ്കിലോ, നിങ്ങൾ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. കല്യാണിക്ക് അത്യാവശ്യം കഴിവുണ്ട്, അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ അവള് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കല്യാണിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഈ വീഡിയോ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകാശനെയും അതുപോലെ തന്നെ നമ്മുടെ വിക്രമാദിത്യനെയും ഒക്കെയാണ്. അപ്പം ഇവരും ആണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ മൂങ്ങാമുത്തശ്ശി ആണെങ്കിലോ, ഞാനിന്ന് അമ്പലത്തിൽ പോയി വളരെ നല്ലതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. ഇവളുടെ ഈ ഒരു കോമ്പറ്റീഷൻ പൊളിയണോന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കാതെയൊന്നും ഇരിക്കില്ല. അപ്പൊ ഇതൊക്കെ കേട്ട് പ്രകാശനും പറയുന്നുണ്ട്, ശരി അമ്മേ, ഞാനും ഇന്ന് പ്രത്യേക പൂജയും വഴിപാടും ഒക്കെ ചെയ്തു ഇവൾ ഈ മത്സരത്തിൽ തോക്കണമെന്നും പറഞ്ഞ്. കണ്ടില്ലേ അഹങ്കാരി നിന്ന് പടം വരയ്ക്കുന്നത്? ഇവക്കിതൊന്നും തെറ്റിപ്പോലും പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൂങ്ങ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇതൊക്കെ മുഴുവനും എൻജോയ് ചെയ്ത് കണ്ടോണ്ടിരിക്കുക നമ്മുടെ കാർത്തിക. അപ്പൊ വിക്രം പറഞ്ഞു, കാർത്തിക ചേച്ചി, ആ വരയ്ക്കുന്നവളുണ്ടല്ലോ, അവളാണ് എന്നെ കള്ളക്കേസിൽ പെടുത്തി എൻ്റെ ജീവിതം തൊളിച്ചവള്. എടാ മോനെ, അതിനിപ്പോൾ എന്താ? ഇപ്പം നിനക്ക് അതിനേലും നല്ലൊരു ജീവിതമല്ലേ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. നീ ഒരു കമ്പനിയുടെ CEO അല്ലേ? അപ്പോൾ നീ ആ രീതിയിലൊക്കെ ചിന്തിക്ക്. നിനക്ക് എന്തായാലും കല്യാണിയെക്കാട്ടിലും നല്ലൊരു ജീവിതം കിട്ടും. ആ രീതിയിലേക്ക് നിന്നെ ഞാൻ വളർത്തിക്കൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞ് കാർത്തിക നല്ല രീതിയിലൊക്കെ നമ്മുടെ വിക്രത്തെയും പ്രകാശനെയും ഒക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു വിഷ്വൽസ്, ആ ഒരു പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ആവുന്നത്. അപ്പോൾ അതാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. ഗുഡ് നൈറ്റ്.